ഇന്ന് രാത്രിയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ PYPയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ, ഞാൻ വളരെ സ്നേഹിക്കുന്ന അനവധി നിരവധി പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ദൈവസഭയ്ക്ക് ഏറ്റവും ശക്തമായി നേതൃത്വം നൽകുന്ന ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ പ്രിയ ഷിനോ ജോർജ് പാസ്റ്റർ, കുടുംബം, പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന മറ്റ് സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ഉത്തരവാദിത്തം വഹിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് ഇന്ന് രാത്രിയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയുടെ ധാരാളമായ അനുഭവങ്ങൾ നമുക്ക് പിന്നെയും കർത്താവിൽ നിന്ന് പ്രാപിക്കാം. വളരെ പ്രാർത്ഥനയോടെ തിരുവെടുത്തുകളുടെ മുമ്പിലേക്ക് അടുത്ത് വരാം. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഞാൻ പേര് പറയാൻ തുടങ്ങിയാൽ ഒത്തിരി പേരുടെ പേരുകൾ അതിനകത്ത് പറയേണ്ടി വരും. ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും, ഞങ്ങളുടെ മോൻസിച്ചാൻ ഉൾപ്പെടെയുള്ള ഒത്തിരി പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വന്ദനത്തെ ചൊല്ലുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് സഹായിക്കട്ടെ. PYPയുടെ എക്സിക്യൂട്ടീവ്സിന് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ഞാൻ ദേവദാസൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ ഏതാണ്ട് പങ്കുവെക്കാൻ വന്ന അതേ ഒരു വിഷയത്തിന്റെ പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പ്രിയ കർത്തദാസൻ പറഞ്ഞത്. ഞാൻ ദൈവാത്മാവിന്റെ ഒരു നിയന്ത്രണത്തിനായിട്ട് വളരെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് FS ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ്. FS ലേഖനം 6-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുക, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക, ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. ഈ 3 കാര്യങ്ങൾ. അതിൽ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഗൗരവമായി പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കുക. നമ്മൾ വലിയൊരു ക്രൈസിസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ്. അനവധി നിരവധി ചലഞ്ചുകൾ. ഒരുപക്ഷെ നമ്മൾ ഒരു 15-20 വർഷം പുറകിൽ ഇങ്ങനെ ഒരു വെല്ലുവിളിയുള്ള കാലം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആന്തരികവും ശാരീരികവും ആധ്യാത്മികവും മാനസികവും സൈദ്ധാന്തികപരവും എന്നു വേണ്ട എല്ലാ മേഖലകളിലും വർദ്ധിച്ചു വരുന്ന ക്രൈസിസുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ ജീവിക്കുമ്പം തിരുവെടുത്ത് നമ്മെ ഗൗരവമായി പ്രബോധിപ്പിക്കുന്ന ചില ആത്മീക സത്യങ്ങളുണ്ട്. ഏത് കാലഘട്ടം എന്നതിനോ ഏത് പശ്ചാത്തലം എന്നതിനോ അപ്പുറത്തേക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലും സാധ്യതയുണ്ട്. ആ കാലഘട്ടത്തിലും അതിജീവനമുണ്ട്. ആ കാലഘട്ടത്തിലും ജയമുണ്ട്. അവർ പരാജയപ്പെടുന്നവരല്ല, അവർക്ക് ആ കാലഘട്ടത്തിലും ജയമുണ്ട്. അത് ഏത് കാലഘട്ടത്തിലും. യേശുവിന്റെ കാലഘട്ടത്തിൽ അതതിന്റെ വെല്ലുവിളി ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അതതിന്റെ വെല്ലുവിളി ഉണ്ടായിരുന്നു. സഭാപിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ വെല്ലുവിളി മറ്റൊരു ദിശയിലായിരുന്നു. എന്തിന്? പെന്റക്കോസ്റ്റ് മൂവ്മെന്റിന്റെ ഈ ഒരു കാലഘട്ടത്തിനകത്ത് അതിന്റെ തുടക്കത്തിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 100 വർഷം പിന്നിടുന്ന ഈ കാലഘട്ടങ്ങളിൽ ആ വെല്ലുവിളിയുടെ പീനക്കളിലെത്തി നിൽക്കുകയാണ്. ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ നേരിടുക. സംഘടനാപരമായ വെല്ലുവിളികൾ, ആധ്യാത്മികപരമായ വെല്ലുവിളികൾ, കോവിഡ് അനന്തര കാലഘട്ടം വരുത്തിയ പ്രത്യേകിച്ച് ആത്മീക മേഖലയിൽ മനുഷ്യന്റെ ചിന്താഗതിയിൽ വന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം വരുത്തുന്ന ഒത്തിരി വെല്ലുവിളികളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ നടുവിൽ തിരുവെടുത്ത് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിനാണ് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും. ദൈവം നമ്മോട് പ്രബോധിപ്പിക്കുന്നു, തിരുവെടുത്ത് നമ്മോട് പ്രബോധിപ്പിക്കുകയാണ്, നാം ഉറച്ചു നിൽക്കണം, നാം ഉറച്ചു നിൽക്കണം. അപ്പം ഈ FS ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പം ഈ FS ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൗലോസ് വളരെ ഗൗരവമായി ദൈവശാസ്ത്രത്തെ അടുക്കോടും ചിട്ടയോടും കൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ശരിക്കും FS ലേഖനം എന്ന് പറയുന്നത്. നമ്മള് ഇതിന്റെ തുടക്കത്തെ അധ്യായം തൊട്ട് നോക്കിയ ഒട്ടും ലാഘവത്തോടെയല്ല, തികച്ചും ഗൗരവമായ ഒരു സ്റ്റഡി മോഡിൽ തന്നെയാണ് ശരിക്കും പൗലോസ് കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗൗരവമായ ദൈവശാസ്ത്ര, അടുത്ത 3 അധ്യായത്തിനകത്ത് തികച്ച പ്രായോഗിക സന്ദേശങ്ങൾ കൈമാറി തരിക. ഇതിനകത്ത് ഏറ്റവും ഗൗരവമായ ഒരു വിഷയമുണ്ട്. ക്രിസ്തുവിൽ നമുക്കുള്ള സമ്പന്നത. ക്രിസ്തുവിൽ നമുക്കുള്ള സമ്പന്നത. നമ്മൾ എത്രത്തോളം റിച്ചാണ്, നമ്മൾ എത്രത്തോളം സമ്പന്നന്മാരാണ്, എത്രത്തോളം ക്രിസ്തുവിന്റെ ആ സമ്പന്നത നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. 1-3 തൊട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹത്താലും. പിന്നീട് വന്ന് പറയുന്നുണ്ട് കൃപയുടെ ധനം.
കരുണയുടെ സമ്പന്നത, ദൈവത്തിന്റെ അത്യന്തധനം, അത്യന്തമായ അനുഭവങ്ങൾ, മഹത്വത്തിന്റെ ധനം എന്ന് വേണ്ട അനവധി നിരവധി അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ആദ്യ അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കുടുംബത്തിൽ എങ്ങനെ നിലനിൽക്കണം, ഒരു സമൂഹത്തിൽ എങ്ങനെ നിലനിൽക്കണം, വ്യക്തിപരമായിട്ട് എങ്ങനെ നിലനിൽക്കണം, സ്പിരിച്വൽ വാർഫെയറിനകത്ത് എങ്ങനെ നിലനിൽക്കണം, ഈ സമസ്ത മേഖലകളെയും ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? അപ്പോസ്തലനായ പൗലോസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ശരിക്കും 6-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു കൺക്ലൂഡിങ് ചാപ്റ്റർ ആണ്. ഇതിനെല്ലാം അവസാനിപ്പിക്കുന്ന, ഏറ്റവും അവസാനം കൊണ്ടുവന്ന് എല്ലാ മനുഷ്യനും നേരിടേണ്ടുന്ന ആത്യന്തിക പോരാട്ടമുഖത്തേക്ക് കൊണ്ടെത്തിച്ച് നിർത്തിയിട്ട് എങ്ങനെ അതിനകത്ത് നമുക്ക് ജയിക്കാമെന്ന് പറഞ്ഞു നിർത്തി ജയം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ശരിക്കും പറഞ്ഞാൽ എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. വെല്ലുവിളികൾ ഉള്ള ലോകത്ത് നമ്മൾ എഫേസ്യ ലേഖനം തന്നെ ഈ ദുർദിവസം എന്ന പദം ഇവിടെ മാത്രമൊന്നുമല്ല, മറിച്ച് എഫേസ്യ ലേഖനം ഇതിനെ പറ്റി പല ആവർത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ പറയുന്നുണ്ട്, ആകെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുവിൻ. എന്നിട്ട് പറയുന്നുണ്ട് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. അപ്പം ഇത് ആദ്യത്തെ ഒരു പദപ്രയോഗമല്ല. ഈ ലേഖനം മുഴുവൻ പറയുന്ന ചില ആശയങ്ങളുടെ ഒരു പെർഫെക്റ്റ് കൺക്ലൂഷനിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന കാലഘട്ടങ്ങൾ ഇത് ദുർദിവസങ്ങളാണ്, ഇത് ദുഷ്കാലമാണ്. ഈ കാലത്തിന്റെ ചുവരെഴുത്തുകളെ ഒരു ദൈവ പൈതൽ വായിക്കണം. കാലത്തിന്റെ വെല്ലുവിളികളെ ഒരു ദൈവ പൈതൽ വായിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും കണ്ണടച്ചിരുട്ടാകുന്ന ഒരു കാലഘട്ടമല്ല നമ്മുടെ മുമ്പിലുള്ളത്. വെല്ലുവിളികൾ കാണാതെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ വെല്ലുവിളി അത് ഇന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. ഈ കാലത്തിന്റെ വെല്ലുവിളികളെ കണ്ണു തുറന്ന് കണ്ട് അതിന് തിരിവെടുത്ത് നമുക്ക് നൽകുന്ന മറുമരുന്നുണ്ട്. അതിനാൽ ജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഏത് കാലഘട്ടത്തിന് വെല്ലുവിളി ഉണ്ടോ ആ കാലഘട്ടത്തിൽ തന്നെ ജയജീവിതം നയിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയും. ഇത് നമ്മുടെ കരുത്തിനാലല്ല, തിരുവെടുത്ത് നമുക്ക് നൽകുന്ന ആ ദിവ്യമായ ദൈവിക പ്രമാണങ്ങളാൽ, ദൈവിക ശക്തിയാൽ നമുക്ക് ധൈര്യത്തോടെ ജയിക്കാൻ പറ്റും. ഞാൻ നിങ്ങളിലേക്ക് വേഗത്തിൽ 6-ാം അധ്യായം കൊണ്ടുവരാൻ പോവാം. വേഗത്തിൽ 6-ാം അധ്യായം. ഈ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം നമ്മൾ ഈ വായിച്ച വാക്യത്തെ മറ്റൊരു ട്രാൻസ്ലേഷനിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുതരികയാണ്. ആംപ്ലിഫൈഡ് ബൈബിളിനകത്ത് പറയുന്ന ഒരു പദപ്രയോഗമാണ്. ആംപ്ലിഫൈഡ് ബൈബിളിനകത്ത് അവിടെ ഇപ്രകാരം, therefore put on the complete armor of God so that you will be able to successfully resist and stand your ground in the evil day of danger, and having done everything that the crisis demands, to stand firm, അടുത്ത പദം, in your place, fully prepared, immovable, victorious. ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു വാക്യത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു ട്രാൻസ്ലേഷൻ ആണ് ഈ ഒരു ആംപ്ലിഫൈഡ് ബൈബിൾ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ദുർദിവസത്തിൽ എതിർത്തുക, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക. ഒറ്റ പദത്തിൽ മലയാളം അത് കഴിഞ്ഞു. പക്ഷെ ഇതിനകത്ത് പറയുന്നത് നമ്മൾ എവിടെ നിൽക്കേണ്ടത്. ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പം നമ്മൾ എവിടെ നിൽക്കേണ്ടത്, അതാണ് ഗൗരവമായ കാര്യം. അവിടെ പറയുന്നു സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങളെ ദൈവമാക്കി വെച്ച വ്യവസ്ഥിതിക്കകത്ത്, നിങ്ങളെ ദൈവമാക്കി വെച്ച ഇടത്ത്, ഞാൻ കുറേയും കൂടെ ആ ഭാഗം പറയാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം നിങ്ങളെ ആക്കി വെക്കുന്ന ഇടത്ത് നിങ്ങൾ നിൽക്കണം എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്ന് പറഞ്ഞാൽ എന്റെ ചുറ്റും എന്തൊക്കെ വന്നാലും എന്നെ ദൈവം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ദൈവിക വ്യവസ്ഥിതിക്കകത്തു നിന്നും ദൈവിക പദ്ധതികൾക്കകത്തു നിന്നും ഒന്നിനും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന ബോധ്യത്തോടെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നിടത്ത് ഞാൻ ഉറച്ചു നിൽക്കണം. എവിടെ എന്നെ നിർത്തിയിരിക്കുന്നതെന്ന 1 തൊട്ട് 3 വരെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സഭ എന്ന ദൈവ വ്യവസ്ഥിതിക്കകത്ത്, ദൈവിക പദ്ധതിക്കകത്ത് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ദിവ്യമായ പദ്ധതിക്കകത്ത് ദൈവം നമ്മെ ആക്കി വെച്ച് തന്റെ ദിവ്യാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് അനുദിനം വഴി നടത്താൻ ആത്മാവിനാൽ വഴി നടത്തപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുക, ദുർദിവസമാണെങ്കിലും ദൈവം തന്നെ ആക്കി വെച്ച ഇടത്ത് ഉറച്ചു നിൽക്കാൻ ആ മനുഷ്യന് കഴിയും. അപ്പൊ ദൈവം നമ്മെ ആക്കി വെച്ച വ്യവസ്ഥിതിക്കകത്ത്, ദൈവം നമ്മെ ആക്കി വെച്ച ഉദ്ദേശത്തിനകത്ത്
വെല്ലുവിളിയുടെ നടുവിലും ഉറച്ചു നിൽക്കാനാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത്. കാലഘട്ടത്തിന്റെ ചുവരെടുത്ത് വായിച്ചു വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് ദൈവം നമ്മെ ആക്കി വെച്ചിടത്ത് ഉറച്ചു നിൽക്കുക. ദൈവിക ഉടമ്പടിയിൽ നിന്ന് വെളിപ്പോയിട്ട്, ദൈവിക പദ്ധതികൾക്കകത്തുനിന്ന് ഞാൻ നിങ്ങളും വ്യതിചലിച്ചിട്ട് ദൈവ ഇഷ്ടത്തിനകത്തുനിന്ന് നമ്മൾ സഞ്ചരിച്ചാൽ ഒരിക്കലും ഈ ദുർദിവസത്തിനകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇതിനകത്ത് നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് നമ്മെ ആക്കി വെച്ച വ്യവസ്ഥിതിക്കകത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. അടുത്തത്, ഈ ഉറച്ചു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് അവസാനം പറയുന്ന ഒരു പദമുണ്ട്, ടു സ്റ്റാൻഡ് ഫേം എന്ന് പറഞ്ഞിട്ട് അതിന് ബ്രാക്കറ്റിൽ പറയുക, ഇൻ യുവർ പ്ലേസ്, നിങ്ങളെ ആക്കി വെച്ച സ്ഥലത്ത് തന്നെ. അപ്പൊ എവിടെ ഉറച്ചു നിൽക്കണ്ടേ? എവിടെയെങ്കിലും പോയി ജയിക്കാനല്ല ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. നമ്മെ ആക്കി വെച്ച ഇടങ്ങളിൽ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ജയാരവം മുഴക്കണം എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മെ ആക്കി വെച്ച ഇടത്ത് തന്നെ ജയാരവം മുഴക്കണം. രണ്ടാമത്തെ കാര്യം, അടുത്തൊരു പദമുണ്ട്, ഫുള്ളി പ്രിപ്പേർഡ്, പൂർണ്ണ സജ്ജരായിട്ട് നിൽക്കണം. പൂർണ്ണ സജ്ജരായി. കാരണം നാം ആയിരിക്കുന്നത് ഒരു സാധാരണ ഇടങ്ങളിലല്ല. നാം ആയിരിക്കുന്നത് കൃത്യമായി എതിർപ്പുകൾ, പോരാട്ടങ്ങൾ ഉള്ള പോരാട്ടക്കളത്ത് തന്നെയാണ് നിൽക്കുന്നത്. വെല്ലുവിളികൾ, ചലഞ്ചുകൾ ഓരോ മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിക്കും അത് അവരുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ട്. പക്ഷേ ദൈവം പറയുന്ന ഒരു പദമുണ്ട്, ഇവിടെയെല്ലാം പൂർണ്ണ സജ്ജരായി. നമ്മൾ അടുത്ത പദത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് നമുക്ക് ദൃശ്യമായതും അദൃശ്യമായതുമായ മേഖലയിലെ വെല്ലുവിളികളോട് എതിർത്ത് നിൽക്കാൻ പൂർണ്ണ സജ്ജരായിട്ട് നിൽക്കണമെന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒന്ന്, ദൈവം എന്നെ ആക്കി വെച്ച ഇടത്ത് ഞാൻ ഉറച്ചു നിൽക്കണം. രണ്ട്, ഞാൻ പൂർണ്ണ സജ്ജരായിട്ട് ഞാൻ ഉറച്ചു നിൽക്കണം. അടുത്തത് മൂന്നാമത്തെ കാര്യം, ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ ഒന്നിലും നീക്കം വരുത്താൻ കഴിയാത്ത രീതിയിൽ, ഒന്നിനും മാറ്റിക്കളയാൻ കഴിയാത്ത രീതിയിൽ, എന്നെ ഇടറിക്കളയാൻ കഴിയാത്ത രീതിയിൽ എന്നെ ആക്കി വെച്ചിടത്ത് ഉറച്ചു നിൽക്കുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഒന്നും എന്നെ ഇടറിക്കളയരുത്. യോഹന്നാനെ പറ്റി കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്. യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ? യേശുക്രിസ്തു അവരോട് പറഞ്ഞു, കുരുടൻ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. പറഞ്ഞാൽ ദൈവം ആക്കി വെച്ച വ്യവസ്ഥിതിക്കകത്ത് വെല്ലുവിളികളുടെ നടുവിലാണേലും പിന്മാറിപ്പോവാതെ, കുലുങ്ങിപ്പോകാതെ നിൽക്കാനാണ്. അതാണ് അതിന്റെ ഏറ്റവും ഗൗരവമായി, കുലുങ്ങിപ്പോകാതെ, ഇടറിപ്പോകാതെ നിൽക്കാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ദൈവം ആക്കി വെച്ച ഇടത്തും വെല്ലുവിളിയുണ്ട്. പൗലോസിനെ നോക്ക്, പൗലോസിനെ ദൈവം ആക്കി വെച്ച ഒരു വ്യവസ്ഥിതിയുണ്ട്. പൗലോസ് പറഞ്ഞ, ദൈവം എന്നെ അപ്പോസ്തലനായിട്ട് വിളിച്ചിരിക്കുക, ദൈവം എന്നെ ശുശ്രൂഷകനായിട്ട് വിളിച്ചിരിക്കുക, ദൈവം എന്നെ ഇടയനായിട്ട് വിളിച്ചിരിക്കുക. ദൈവത്തിന്റെ വിളി തന്റെ ലൈഫിലുള്ളത് പൗലോസ് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിഞ്ഞ മനുഷ്യന് വെല്ലുവിളിക്ക് വല്ല കുറവുണ്ടായിരുന്നു? നിരന്തരം വെല്ലുവിളിയുണ്ട്. തനിക്ക് ഏറ്റവും അവസാനം കൊരിന്ത്യലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കരയിൽ ആപത്ത് വന്നു, കടലിൽ ആപത്ത് വന്നു, കൂട്ടു സഹോദരന്മാരിൽ ആപത്ത് വന്നു, ഒന്നും കുറെ 40 അടി കൊണ്ടു, പട്ടിണി, പൈതാഹം, ഉപദ്രവം, കഷ്ടത എല്ലാം വന്നു. ആന്തരികമുണ്ട്, ശാരീരികമുണ്ട്, മാനസികമുണ്ട്, ആത്മീകമുണ്ട്, സഹോദരവർഗങ്ങളിൽ നിന്നുണ്ട്, എല്ലാ മേഖലയിൽ നിന്നും എതിർപ്പുണ്ട്. പക്ഷെ അന്നേരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്നെ ആക്കി വെച്ച ഇടത്തു നിന്ന് ഇതിനൊന്നും എന്നെ ഇടറിക്കളയാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഇതൊന്നും എന്നെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ടല്ല എന്റെ ആത്മീയത നയിക്കപ്പെട്ടത്, മറിച്ച് എന്നെ ആര് നിർത്തിയെന്നും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നും ദൈവം എങ്ങനെയാണ് എന്നെ ഉറപ്പിച്ചിരിക്കുന്നെന്നുള്ള ഏത് ഗ്രൗണ്ടിലാണ് താൻ നിൽക്കുന്നുള്ള ബോധ്യം, ഇതിലൊന്നും പിന്മാറിപ്പോകാൻ തനിക്കിട വന്നില്ല. താൻ അതിന്റെ നടുവിലെല്ലാം പറഞ്ഞു, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഇതിന്മേലെല്ലാം ജയമെടുക്കാനിടയാകും. എന്റെ പ്രിയരെ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദൈവിക വ്യവസ്ഥിതിയുടെ വലിപ്പം തിരിച്ചറിയുമ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഗൗരവത്തോടെ കാര്യങ്ങളെ കാണാൻ പറ്റും, ഗൗരവത്തോടെ കാര്യങ്ങളെ കാണാൻ കഴിയും. അപ്പം നമ്മൾ ഇടറിപ്പോകാതെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉറച്ചു നിൽക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിക്കകത്ത് ഞാൻ ഉറച്ചു നിൽക്കണം. രണ്ട്, പൂർണ്ണ സജ്ജരായിട്ട് ഞാൻ ഉറച്ചു നിൽക്കണം. മൂന്നാമത്തെ കാര്യം, കുലുങ്ങിപ്പോവാതെ, ഇടറിപ്പോകാതെ ഞാൻ ഉറച്ചു നിൽക്കണം. നാലാമത്തെ കാര്യം, വിക്ടോറിയസ് ആയി, ജയകരമായ അനുഭവത്തോടെ ഞാൻ ഉറച്ചു നിൽക്കണം. പൗലോസ് പറയുന്ന ഒരു പദം എന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെക്കുറിച്ച് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തും ദൈവം.
പൗലോസ് ശരിക്കും താങ്കളുടെ ലൈഫിൽ എല്ലാം ജയോത്സവമാണോ? ഒരിക്കലല്ല. മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നോക്കിയ പറയും, ഈ മനുഷ്യനെ പോലെ ക്രാക്ക് ബാധിച്ച ഒരു മനുഷ്യൻ കാണത്തില്ല. കാരണം എവിടേക്കോ തനിക്കൊരു ക്രാക്ക് ബാധിച്ചിട്ടുണ്ട്, എവിടേക്കോ മാനസിക നില തെറ്റിപ്പോയി കാണും. കാരണം ജീവിതത്തിന്റെ അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾക്കകത്ത് നിന്നിട്ട് അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞവനെ ലോകം ക്രാക്ക് ബാധിച്ചവനെന്നേ പറയത്തുള്ളൂ, എവിടെയോ താളം തെറ്റിയവനെന്നേ പറയത്തുള്ളൂ. ഓരെങ്കിൽ ഇന്നലെ ഉന്നത കുടുംബത്തിനകത്ത് പിറന്ന ഒരു മനുഷ്യൻ ഇന്ന് കുട്ടക്കകത്ത് തന്നെ ഇറക്കി കൊണ്ടുപോകുന്ന ചരിത്രമുണ്ട്. എന്ന് പറഞ്ഞ ഒരിടത്തെ പ്രതിസന്ധികൾ കൊണ്ട് തന്റെ കൂട്ടുകാർ തന്നെ കുട്ടക്കകത്ത് വെച്ച് നിലത്തിറക്കി കൊണ്ടുപോവുക. ഇതിന്റെ നടുവിലും പൗലോസിനോട് ചോദിച്ച പുള്ളി പറയും, അന്നേരവും ജയോത്സവമായി നടത്തുന്ന ദൈവം ഉണ്ടെന്നും. എന്ന് പറഞ്ഞാൽ എന്റെ സാഹചര്യമല്ല എനിക്ക് വിഷയം, എന്റെ ചുറ്റുപാടല്ല എനിക്ക് വിഷയം, എന്റെ ഔന്നത്യമല്ല എനിക്ക് വിഷയം, എന്റെ അഭിവൃദ്ധി അല്ല എനിക്ക് വിഷയം, മറിച്ച് ഇതിന്റെ എല്ലാം നടുവിൽ എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ട് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിക്കുന്നവരുടെ നടുവിലും മരിക്കുന്നവരുടെ നടുവിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാ. ഏത് സർക്കംസ്റ്റാൻസ് എന്നുള്ള വിഷയമല്ല. പൗലോസ് പറയുന്ന ജയം അനുഭവിക്കുന്നെങ്കിൽ ആ ജയം വെളിപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്, ആ ജയം പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. നമ്മൾ നോക്കിക്കേ, ഈ ജയോത്സവമായി നടത്തുക എന്ന് പറയുമ്പോൾ പൗലോസിന്റെ എല്ലാ ആഗ്രഹങ്ങളും മാനുഷികമായി പൂർത്തീകരിക്കപ്പെട്ടോ? ഇല്ല. പൗലോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു റോമിൽ പോകണമെന്ന്, പ്രസംഗിയായിട്ട് പോകണമെന്ന് ആഗ്രഹം. പക്ഷെ ആ മനുഷ്യൻ പോയത് തടവുകാരനായിട്ടാ. എല്ലാ ആഗ്രഹവും നടന്നോ? ഇല്ല. താൻ പറഞ്ഞു പ്രസംഗിക്കായിട്ട് നിങ്ങളെ വന്ന് കാരണം എനിക്ക് വചനം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നീട് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ചങ്ങല ധരിച്ച് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നതാ, ചങ്ങല ധരിച്ച്. അപ്പം എല്ലാ ആഗ്രഹമൊന്നും മാനുഷികമായിട്ട് സാധിക്കപ്പെട്ടില്ല. ചോദ്യമുണ്ട്, പൗലോസേ പ്രസംഗിയായിട്ട് ഇത്രയും കാലം നടന്നിട്ട് ചങ്ങല ധരിച്ചാണല്ലോ, പ്രിസണറായിട്ടാണല്ലോ താങ്കൾ അവിടെ വന്നത്. ഒരു ദിവസം പറയുന്നു, എന്നാലും എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്, ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. എന്റെ പ്രിയരെ, നമ്മുടെ മുമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ കാത്തിരിക്കുന്നതോ ആയ പല മേഖലകളിലും ഒത്തിരി പരിമിതികൾ നമ്മളെ ബാധിച്ചെന്ന് വരും. പക്ഷെ ഒരു കാര്യം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ നടുവിലും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ചില മേഖലയൊക്കെ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ കാണും. ഓവർ എക്സ്പെക്ടേഷൻ, മനുഷ്യനല്ലേ, ഞാനും നിങ്ങളും, നമ്മളൊക്കെ ഓവർ എക്സ്പെക്ടേഷൻ ഉള്ളവരാ. പക്ഷെ ചില സമയത്തൊക്കെ നമ്മുടെ ഓവർ എക്സ്പെക്ടേഷൻ നമ്മുടെ മുമ്പിൽ ചാമ്പലായി പോകുന്നത് നമ്മൾ കാണുക. ഈ ഈ പൗലോസിനെ കുട്ടയിൽ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ അവസ്ഥയുടെ ഭീകരത നമ്മളൊന്ന് ശ്രദ്ധിച്ചോ. അവസ്ഥയുടെ ഭീകരത എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയതാ, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയതാ. അവിടെ തീരുമെന്ന് ചിന്തിച്ചു, ആരുടെയൊക്കെയോ ദയാദാക്ഷിണ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ. എന്ന് പറഞ്ഞാൽ ലോകം പറയും ഒരു പാതറ്റിക് അവസ്ഥയായി പോയി. അവന് വന്നതൊരു വല്ലാത്ത പാതറ്റിക് അവസ്ഥയായി പോയി. പക്ഷെ പൗലോസ് പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുമില്ല, അതിന്റെ നടുവിലും എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്, ജയോത്സവമായി നടത്തുന്ന ദൈവമുണ്ട്. എന്റെ പ്രിയരെ, നമുക്ക് വന്ന പരിമിതികളെ നോക്കി ലോകത്തിന് വിരലിതി ഉണ്ടാവും, നമുക്ക് വന്ന അവസ്ഥകളെ നോക്കി ലോകത്തിന് വിരലിതി ഉണ്ടാവും. അത് നമ്മുടെ പരിമിതി എന്ന് ലോകത്തിന് പറയാം, അവിടെ നമ്മളുടെ ശൂന്യത എന്ന് ലോകത്തിന് പറയാം. പക്ഷെ തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്, ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ ഉറച്ചു നിന്നാൽ, പൂർണ്ണ സജ്ജരായിട്ട് നമ്മൾ ഉറച്ചു നിന്നാൽ, കുലുങ്ങിപ്പോകാതെ നമ്മൾ ഉറച്ചു നിന്നാൽ, അതിന്മേലെല്ലാം ജയം തരുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് പൗലോസ് ഞാൻ പറയുന്ന എന്നെ ആവർത്തിച്ചുറപ്പിച്ചൊരു പദമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഞാനത് എല്ലായിടത്തും പറയും. കാരണം ആ പൗലോസ് അത് പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അതിന്റെ മുകളിൽ പറയുന്നുണ്ട്, ഉയർച്ചയിലിരിപ്പാനും താഴ്ചയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിഷന്നിരിപ്പാനും എനിക്കറിയാം. ഏതവസ്ഥ, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, ദുഃഖമുണ്ട്, ഭാരമുണ്ട്. പക്ഷെ ഇതിന്റെ നടുവിലെല്ലാം പറയും, എന്നെ ജയോത്സവമായി നടത്തുന്ന, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇതല്ലേ പ്രിയരെ ജയോ എന്ന് പറയുന്നേ? ഇതല്ലേ ജയോ എന്ന് പറയുന്നേ? പരിമിതികൾ മുമ്പിലുള്ളപ്പോൾ അതിനെ ഓവർകം ചെയ്തിട്ട് ദൈവം പകരുന്ന ആത്മബലം ഏറ്റെടുക്കുന്ന, അതിനേക്കാൾ വലിയ എന്ത് ജയമുള്ളേ? അതിനേക്കാൾ വലിയ എന്ത് ജയമുള്ളേ? ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് മുമ്പിൽ മാറിപ്പോയ പല സംഭവങ്ങളും, അത് ഈസ് എ മിറക്കിൾ, അതൊരു മിറക്കിളാ. പക്ഷെ കാലങ്ങളായിട്ട് ചിലതൊക്കെ നമ്മളിൽ നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ജയം പറയാൻ കഴിയണമെന്നുണ്ടേ, അത് അസാധാരണമായ ഒരു ദൈവകൃപയാണ്, അസാധാരണമായ ദൈവകൃപയാ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു, ഈ സൂമിനകത്ത് പങ്കെടുക്കുന്ന ചിലരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഇങ്ങനെയുള്ള ചില പരാജയ മുഖം എന്ന് പറഞ്ഞുള്ള എൻകൗണ്ടറുകൾക്കകത്ത് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി അതിനെയും ജയാരവം മുഴക്കുന്ന, ജയോത്സവമായി നടത്തുന്ന, ദൈവത്തിന്റെ പ്രദർശനശാലകളാക്കി അതിനെയും മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് കൂടാരങ്ങൾക്കകത്തല്ല, നിങ്ങളായിരിക്കുന്ന എവിടെയാണെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ, പരാജയമെന്ന് ഞാനും ലോകവും ചുറ്റുപാടുകളും പറഞ്ഞതിന്റെ നടുവിൽ ജയോത്സവമായി നടത്താൻ കഴിയുന്ന ദൈവം. എങ്ങനെ ഉറച്ചു നിൽക്കേണ്ടത്? ഈ 4 വിധത്തിൽ ഉറച്ചു നിൽക്കണം.
ഒന്ന്, ദൈവം എന്നെ ആക്കി വെച്ച വ്യവസ്ഥിതിക്കകത്ത് ഉറച്ചു നിൽക്കണം. രണ്ട്, പൂർണ്ണ സജ്ജരായിട്ട് ഞാൻ ഉറച്ചു നിൽക്കണം. കുലുങ്ങിപ്പോകാതെ, ഇടറിപ്പോകാതെ ഞാൻ ഉറച്ചു നിൽക്കണം. അടുത്ത ഭാഗം, ജയോത്സവം കൊണ്ടാടി ജയം അനുഭവിച്ചു ഞാൻ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കാനാണ് തിരുവെടുത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. തിരുവെടുത്ത് നമ്മോട് പറയുന്നത് അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുക. വേറെ ഒരു ഗൗരവമായ വസ്തുതയിലേക്ക് ഞാൻ വരിക. ശരിക്കും ഈ ഭാഗത്തേക്ക് എത്തുന്നതിന് മുൻപ് ഈ സർവായുധ വർഗത്തെ പറ്റി പറയുന്നതിന് മുൻപ് ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാൻ കഴിയുന്നതിനെ പറ്റി ശരിക്കും ഇവരുടെ പൂർവ്വകാലം തന്നെ പൗലോസ് പറയുന്നുണ്ട്. പൂർവ്വകാലത്ത് നിങ്ങൾ ആരാകും? നമ്മൾ 2-ാം അധ്യായത്തിലൊക്കെ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് കാണുന്നത് 2:2 പറയുന്നത്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പൊ ഇന്നലെ നിങ്ങൾ എങ്ങനെ നടന്നേ? ഈ വിധ സകല വഴികളിലൂടെ നടന്നതാ. ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നു, ആകാശത്തിന്റെ അധികാരത്തെ അനുസരിച്ച് നടന്നു, അനുസരണക്കേടിൽ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. ഇങ്ങനെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അന്യരായിരുന്നു നിങ്ങൾ സ്വന്തമായത്, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്, ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കിയത്, നിങ്ങളെ ദൈവ വ്യവസ്ഥയ്ക്കകത്ത് കൊണ്ടുവന്നത്. ഇങ്ങനെ കൊണ്ടുവരുന്ന നിങ്ങളോട്, നമ്മോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം. ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം. അതിന് പൗലോസ് ശരിക്കും ഈ ഒരു ആർഗ്യുമെന്റിനെ ആദ്യത്തെ അധ്യായം മുതൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഓരോ അധ്യായം വരുമ്പോഴും അതിന്റെ പ്രോഗ്രഷൻ സംഭവിച്ചു വരിക. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് അതിന് 27-ാമത്തെ വാക്യമൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. 4:27 പറയുന്നത്, പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. കാരണം പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം ആക്കി വെച്ച വ്യവസ്ഥയ്ക്കകത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ശരിക്കും ആ പിശാചിന് ഇടം കൊടുക്കരുതെന്ന ആ ഒറ്റ വാക്യത്തിന്റെ അർത്ഥം ശരിക്കും ആ ഒരു എന്റെ പാരഗ്രാഫിനകത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു 5-6 കാര്യം പറയുന്നുണ്ട്. ഈ 5-6 കാര്യം കൊണ്ട് നമുക്ക് പിശാചിന് ഇടം കൊടുക്കാൻ പറ്റും. ഏതൊക്കെയാണ് 5-6 കാര്യങ്ങൾ? നമ്മൾ ഒന്നാമത്തെ കാര്യം അതിന്റെ 24-ാമത്തെ വാക്യം പറയുന്നു. 4:24, സത്യത്തിന് പരമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചോളി. എന്നിട്ട് താഴേക്ക് പറയുക, ആകെ ഭോഷ്ക് ഉപയോഗിച്ച് ഓരോരുത്തൻ തന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. അപ്പം നീതിയെപ്പറ്റി വിശുദ്ധിയെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സത്യം സംസാരിക്കണം. കാരണം നാം തമ്മിൽ ആരാണ്? അവയവങ്ങളാണ്. നാം തമ്മിൽ അവയവങ്ങളാണ്. അപ്പൊ അവയവങ്ങൾ തമ്മിൽ അസത്യം സംസാരിച്ചാൽ പിശാചിന് ഇടം കൊടുക്കുക. അവയവങ്ങൾ തമ്മിൽ അസത്യം സംസാരിക്കുമ്പോൾ പിശാചിന് ഇടം കൊടുക്കുക. അന്യായമായത് സംസാരിക്കുമ്പോൾ പിശാചിന് ഇടം കൊടുക്കുക. അന്യായ ഇടപെടലിനകത്ത് പിശാചിന് ഇടം കൊടുക്കുക. അസത്യപരമായ പ്രചരണങ്ങൾ നടത്തിയാൽ പിശാചിന് ഇടം കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഈ വിധ പ്രവർത്തനങ്ങളിലൂടെ പിശാചിന് ഇടം കൊടുക്കാൻ കഴിയും. അങ്ങനെ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ദുർദിവസത്തിൽ എതിർക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ പങ്കാളികളായി അവന്റെ ക്യാരക്ടറിനെ അതിനെ പ്രീതിപ്പെടുത്തുന്ന പ്രവൃത്തി വിശുദ്ധം ചെയ്താൽ ഒരിക്കലും ദുർദിവസത്തിനകത്ത് അവൻ എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ പിശാചിന് ഇടം കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം, അസത്യപ്രചരണങ്ങളിലൂടെ എനിക്ക് പിശാചിന് ഇടം കൊടുക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം 26-ാമത്തെ വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം എന്ത് ചെയ്യരുത്? വെച്ചുകൊണ്ടിരിക്കരുത്. എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന കോപങ്ങളിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിശാചിന് ഇടം കൊടുക്കാൻ പറ്റും. കോപിക്കുന്നത് എനിക്കും നിങ്ങൾക്കും സ്വാഭാവികമായ കാര്യമാണ്, തികച്ചും സ്വാഭാവിക കാര്യമാണ്. ഏതൊരു മനുഷ്യനും ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ കോപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന കോപം, നിരപ്പാകാത്ത കോപം, അതിന്റെ ഫലങ്ങൾ, നിലനിൽക്കുന്ന അനുഭവങ്ങൾ, രമ്യതപ്പെടാത്ത തലങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യരുത്? ഈ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോഴും എന്ത് ചെയ്യരുത്? ശരിക്കും ഒരു ടൈം ഫ്രെയിം അവിടെ കൊടുത്തിരിക്കുക. അപ്പം പറയും, ഈ രാവിലെ കോപിച്ചാൽ വൈകിട്ട് മുമ്പാകെ നിരപ്പാകണം എന്നതിനേക്കാൾ ഉപരി അവിടെ ഒരു ടൈം ഫ്രെയിം കൊടുത്തിരിക്കുക. അത് എത്ര നേരം ഉണ്ടെന്ന് നമുക്കറിയാം. രാവിലെ സൂര്യൻ ഉദിച്ചാൽ മാനുഷികപടി അസ്തമിക്കാൻ എത്ര നേരം ഉണ്ടെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തിനകത്ത് നിരപ്പാകേണ്ടത് നിരപ്പാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് നമ്മളൊന്നും ഏത് സമയമെന്ന് ഉറപ്പില്ലാത്തവരാ. ആയുസിനെ പറ്റി ഉറപ്പില്ലാത്തവരാ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്തവരാ.
പ്രതീക്ഷയോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഓരോ ഉറപ്പില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, അലാറം വെക്കാം എന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നാളെ രാവിലെ 5:30 എഴുന്നേക്കാൻ അലാറം വെച്ചു. ഈ അലാറം കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ചിന്തിക്കണം. ഈ അലാറം വെക്കാം, കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് അലാറം വെക്കാം, പക്ഷെ അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ചിന്തിക്കണം. ഇതാണ് നമ്മുടെ പരിമിതി. ഈ പരിമിതിയിലെ അനിശ്ചിതത്വത്തിനകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ടൈം ഫ്രെയിം വെച്ചിട്ട് പറയുന്നത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, ഈ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ആർക്ക് ഇടം കൊടുക്കാൻ പറ്റും? പിശാചിന് ഇടം കൊടുക്കാൻ പറ്റും. അങ്ങനെ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ദുർദിവസത്തിൽ എനിക്ക് എതിർക്കാൻ കഴിയത്തില്ല. സകലവും സമാപിച്ചിട്ട് എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വാർഫെയറിനകത്ത് ഞാൻ പരാജയപ്പെട്ടു പോയി. സ്പിരിച്വൽ വാർഫെയറിനകത്ത് ഞാൻ പരാജയപ്പെട്ടു പോയാൽ ആത്മീയ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാൻ പിശാചിന്റെ കയ്യാളായി മാറും. അവൻ എന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. അവന്റെ ഇഷ്ടത്തിനകത്ത് ഞാൻ ചലിക്കാൻ തുടങ്ങും. അപ്പൊ ഒന്ന്, നിലനിൽക്കുന്ന കോപത്തിലൂടെ പിശാചിന് ഇടം കൊടുക്കരുത്. അടുത്ത പദം ആ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, 29ാമത്തെ വാക്യം, കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ പുറപ്പെടരുത്. എന്ന് പറഞ്ഞാൽ അനാവശ്യമായ പദപ്രയോഗങ്ങളിലൂടെ, അനാവശ്യമായ വാക്പെരുപ്പത്തിലൂടെ എനിക്ക് പിശാചിന് ഇടം കൊടുക്കാൻ പറ്റും. അനാവശ്യമായ വാക്പെരുപ്പത്തിലൂടെ പിശാചിന് ഇടം കൊടുക്കരുത്. ചില വാക്കുകൾ മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു പ്രത്യാശ പങ്കിടാൻ പറ്റുന്നില്ലെങ്കിൽ, തണുപ്പ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതുമൂലം നമുക്കും നമ്മളായിരിക്കുന്ന എൻറ്റയർ കമ്മ്യൂണിറ്റിക്കും നമ്മൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കട്ടെ. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഹൃദയങ്ങളെ തണുപ്പിക്കാനാണ്. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഹൃദയത്തിന് ആശ്വാസം പകരാനാണ്. ഈ ഹൃദയത്തിന് ആശ്വാസം പകരാൻ വിളിക്കപ്പെട്ടവർക്ക് അത് പങ്കുവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കാം. അപ്പം അതുകൊണ്ട് പറഞ്ഞത്, കേൾക്കുന്നവർക്ക് എന്ത് ലഭിക്കണം? കൃപ ലഭിക്കണം. തിരുവഴുത്തിന്റെ ഒരു പ്രിൻസിപ്പളാണ്. പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ച ആശ്വാസം കൊണ്ട് ഈ വിധ കഷ്ടങ്ങളുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന്. അപ്പം എന്നെ ദൈവം ആശ്വസിപ്പിച്ചു, ഈ ആശ്വാസം കൊണ്ട് ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചു. പിന്നീട് പറയുന്നുണ്ട്, കൊരിന്ത്യരെ, നിങ്ങൾ തീത്തോസിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചത് കൊണ്ട് അവൻക്ക് വന്ന ആശ്വാസത്താൽ ഞാനും ആശ്വാസം പ്രാപിച്ചു. അപ്പൊ ഇത് പങ്കുവെക്കുന്ന കാര്യമാണ്. സമാധാനം പങ്കുവെക്കാൻ പറ്റും, ആശ്വാസം പങ്കുവെക്കാൻ പറ്റും, നല്ല വാക്കുകൾ കൊണ്ട് ജീവൻ കൊടുക്കാൻ പറ്റും. ഇത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആർക്കിടം കൊടുക്കുക? പിശാചിന് ഇടം കൊടുക്കുക. അങ്ങനെ പിശാചിന് ഇടം കൊടുക്കുമ്പം, അനാവശ്യമായ വാക്പെരുപ്പത്തിലൂടെ പിശാചിന് ഇടം കൊടുക്കുമ്പം, ദുർദിവസങ്ങളിൽ എതിർത്തു നിൽക്കാൻ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയാതെ നമ്മൾ തോൽവിയുടെ മുനമ്പത്ത് നിൽക്കും. അടുത്ത പദം ഏറ്റവും ഗൗരവമായ പദം. ഞാൻ എന്റെ ചിന്തയുടെ ഏറ്റവും ഗൗരവമായ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ പറയുന്നത് അതിന്റെ 30ാമത്തെ വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഈ ലേഖനത്തിന്റെ തനതായ ദൈവശാസ്ത്രമാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ളത്. എത്ര മനോഹരമായിട്ടാണ് പൗലോസ് ഈ ഹോളി സ്പിരിറ്റിനെ ഈ ലേഖനത്തിനകത്ത് അവതരിപ്പിച്ചത്. എത്ര മനോഹരമായിട്ട്, പ്രത്യേകിച്ച് ആ 1ാം അധ്യായത്തിനകത്ത് പ്രാർത്ഥനയ്ക്കകത്ത് ആ ഇമ്മെഷറബിൾ പവറിനെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മുൻപോട്ട് നീങ്ങി നമ്മൾ ഓരോ അധ്യായങ്ങൾ വരുമ്പം പരിശുദ്ധാത്മാവിനെ പറ്റി ഗൗരവമായ പരാമർശമുണ്ട്. ഇവിടെ വന്നിട്ട് പറയാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ. ഇനി ഒരു 3 അധ്യായം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഗ്രഷനാണ്. ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒരു പ്രോഗ്രഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിലൂടെ ഞാൻ ആർക്കിടം കൊടുക്കുക? പിശാചിനിടം കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിലൂടെ പിശാചിനിടം കൊടുക്കുകയാണ്. അന്നേരം പിശാചിനിടം കൊടുക്കുക മാത്രമല്ല, എന്റെ വീണ്ടെടുപ്പ് നാളാണ് ചോദ്യമായി വരുന്നത്. കാരണം ഇവിടെ ഈ മുദ്രയിട്ടിരിക്കുന്ന ഒരു പദം നിങ്ങൾ കണ്ടോ? അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അറാബോൺ എന്നൊരു പദമാണ്. ഈ അറാബോൺ എന്ന പദത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഉടമ്പടി, ഉറപ്പ്, നിശ്ചയം, മാറാത്ത ഉടപ്പ്. ഈ പദം, ഇതിന്റെയൊക്കെ അർത്ഥമാണ് ഈ അറാബോൺ എന്ന പദത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതെന്നറിയോ? അതിന്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള കാര്യം നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഉറപ്പാണ് ഈ ആത്മാവ്. കാരണം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന, അത് നമുക്ക് ദാനമായി തന്ന ദൈവം നമ്മോട് പറയുന്ന കാര്യം, നമ്മെ മുദ്രയിട്ടിരിക്കുക. എന്തിനാ മുദ്രയിട്ടത്? ഈ മുദ്രയിട്ട ഉടമസ്ഥൻ
തനിക്കായി നമ്മെ പൂർണ്ണമായി ചേർക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് നമുക്ക് തരുന്ന ഉറപ്പാണ് നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിച്ചാൽ ഞാൻ ചോദ്യം ചെയ്യുന്നത് എന്തിനെയാ? എന്റെ വീണ്ടെടുപ്പ് നാളിനെയാ. പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ഞാൻ ചലിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന് വിരോധമായി ഞാൻ സംസാരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ വിരോധമായി എന്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നെങ്കിൽ, പൗലോസ് അതുകൊണ്ട് കൊരിന്ത്യരോട് ഭയങ്കര മുന്നറിയിപ്പ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. അപ്പം ഇതൊക്കെ പൗലോസ് പറയുന്നതിന്റെ പ്രധാന കാര്യം, നിങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം, ഈ ശരീരത്തിൽ അതിനെ ദുഃഖിപ്പിക്കാം, ആത്മാവിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാം. സംഭവിക്കുന്നത് നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നത്, നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളെ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ തിരുവെടുത്ത് നമ്മോട് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിലൂടെ നമ്മൾ പിശാചിനിടം കൊടുക്കുക. അങ്ങനെ പിശാചിന് ഇടം കൊടുക്കുന്നതിലൂടെ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാതെ വരിക. ദുർദിവസത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക. അങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം തിരുവെടുത്ത് നമ്മോട് പറയുക. ഇതിന്റെ തുടർച്ചയുണ്ട് കേട്ടോ, ഇതിന്റെ തുടർച്ചയുണ്ട്. കാരണം ഇതിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ 18-ാമത്തെ വാക്യം, സാധാരണ നമ്മൾ വിവാഹത്തിനൊക്കെ വായിക്കുന്ന ഒരു വാക്യങ്ങളുണ്ട്. 5-ാം അധ്യായം 22-ാമത്തെ വാക്യം തൊട്ട് 32-ാമത്തെ വാക്യം വരെയാണ് വിവാഹത്തിന് സാധാരണ നമ്മൾ വായിക്കുന്നതാണ്. 33-ാമത്തെ വാക്യം വരെ. പക്ഷെ ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ 18-ാമത്തെ വാക്യം തുടങ്ങി വായിച്ച കുറേ കൂടെ നല്ലതാണ്. കാരണം ബാക്കിയുള്ള മുഴുവൻ കാര്യത്തിന്റെ, പ്രത്യേകിച്ച് അതിന്റെ 6-ാം അധ്യായം കൂടെ നോക്കിയ എല്ലാത്തിന്റെയും നട്ടൽ ഈ 18-ാമത്തെ വാക്യമാണ്. കാരണം 18-ാമത്തെ വാക്യം പറയുന്നത്, വീഞ്ഞു കുടിച്ച് എന്ത് ചെയ്യരുത്? മത്തരാകരുത്. അടുത്ത പദം ആത്മാവ് നിറഞ്ഞവരായി, അതിനാൽ ദുർനടപ്പുണ്ടാകും, ആ ഭാഗം പറഞ്ഞിട്ട്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. എന്നിട്ട് പറയുക, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ശരിക്കും അവിടെ പറയുന്നു, നിങ്ങൾ തമ്മിൽ പാടണം, തമ്മിൽ പ്രബോധിപ്പിക്കണം. തന്നിട്ട് പറയുന്നു, തമ്മിൽ കീഴ്പ്പെട്ടിരിക്കണം, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഈ അന്യോന്യം കീഴ്പ്പെടാൻ കഴിയണമെന്നുണ്ടേ ആത്മാവ് നിറഞ്ഞവരായി മാറണം. അതല്ലെങ്കിൽ കീഴ്പ്പെടുത്തേണ്ടി വരും. അന്നേരം കലഹം തുടങ്ങും, അന്നേരം ബുദ്ധിമുട്ട് തുടങ്ങും. എന്ന് പറഞ്ഞാൽ താഴെ പിന്നെ പറയുന്നത് ഫാമിലിയെ പറ്റിയാ, അതിനപ്പുറത്ത് പറയുന്നത് പേരന്റൽ റിലേഷൻഷിപ്പിനെ പറ്റിയാ, അതിന് താഴെ പറയുന്ന പ്രൊഫഷണൽ ലൈഫിനെ പറ്റിയാ. ഈ മുഴുവൻ മേഖലകളെ നിയന്ത്രിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾ ആത്മാവിനെ നിറയപ്പെടണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നിൽ കൺട്രോളിങ് പവറായി മാറിയാൽ എന്റെ കുടുംബത്തിൽ ഞാനൊരു നല്ല ഭർത്താവായി മാറും, ഞാൻ നല്ലൊരു അപ്പനായി മാറും, ഞാൻ നല്ലൊരു പ്രൊഫഷണൽ മേഖലയിലെ നല്ലൊരു വ്യക്തിത്വമായി മാറും. ഇതിന് മുഴുവൻ കഴിയണമെങ്കിൽ എന്നെ പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തെ മുഴുവൻ കൺട്രോളിങ് പവറായി മാറണം. എനിക്കിന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ സമൂലമായി നിയന്ത്രിക്കുന്ന നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ പദ്ധതികളെ, നമ്മുടെ പ്ലാനുകളെ സമൂലമായി നിയന്ത്രിക്കുന്ന ഒരു തലങ്ങളിലേക്ക് വന്നാൽ അസാധാരണമായ മാറ്റം നമ്മൾ വരുന്നത് കാണാൻ കഴിയും. അതല്ലാതെ ഈ കാലഘട്ടത്തിനകത്ത് മറ്റൊന്നിനും നമ്മെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല, മറ്റാർക്കും നമ്മെ കഴിയത്തില്ല. ഒരു പുസ്തകത്തിന് നമ്മെ ദീർഘകാലം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. തിരുവെഴുത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, മറ്റൊരു മോട്ടിവേഷൻ ബുക്കിനും നമ്മെ ദീർഘകാലം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. മോട്ടിവേഷൻ ബുക്ക് വായിച്ചിട്ട് എത്ര പ്രചോദനം കൊണ്ടാലും അതിനൊക്കെ ഒരു ടൈം ബീങ് ഉണ്ട്, അതിനപ്പുറത്തോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരുവനെ ടേക്ക് ഓവർ ചെയ്ത് അവന് വചനത്തിന്റെ ഉറപ്പ് നൽകി, വചനം കൊണ്ടവൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എത്ര വലിയ വെല്ലുവിളിയുടെ നടുവിലും അവന് നിൽക്കാൻ കഴിയും, ഏതു വലിയ പ്രതിസന്ധിയുടെ നടുവിലും അവന് നിൽക്കാൻ കഴിയും. അവിടെയാണ് കുടുംബം ധന്യമായി മാറുന്നത്, അവിടെയാണ് തലമുറകളുള്ള ബന്ധം ഊഷ്മളമായി മാറുന്നത്, അവിടെയാണ് യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം ഉഷാറായി മാറുന്നത്. ഇതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ആത്മാവിനിൽ കൺട്രോളിങ് ഫോഴ്സ് ആയി മാറണം. അപ്പൊ എവിടെ തുടങ്ങിയതാ പൗലോസ്? 1-ാം അധ്യായത്തിൽ ഇമ്മേഷറബിൾ പവറിനെ പറ്റി പറഞ്ഞു, അത്രയ്ക്ക് ശക്തിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞു, അതിനാണ് നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അവിടെ കൊണ്ട് തീരുന്നില്ല, ഈ പരിശുദ്ധാത്മാവ്, ഈ ആത്മാവ് നിറഞ്ഞവരായി,
നിറഞ്ഞവരായി. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ ചർച്ചിൽ ശരിക്കും പറഞ്ഞാൽ പങ്കുവെച്ച ഒരു വിഷയത്തിനകത്ത് നമ്മള് ഈ പരിശുദ്ധാത്മാവിന്റെ എംപവർമെന്റ് നമുക്ക് ആവശ്യമാണോ? ഇതിന്റെ എംപവർമെന്റ് നമുക്ക് വേണോ? അതിനകത്ത് ഞാൻ പറഞ്ഞതാ, പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ അഭിഷേകത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, അഭിഷേകത്തെ പറ്റി പറയുന്നുണ്ട്, ആത്മസ്നാനത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്, ആത്മ നിറവിനെ പറ്റി നമ്മൾ പറയാറുണ്ട്, ആത്മശക്തിയെ പറ്റി പറയാറുണ്ട്. ഇത് നാലും ഇമ്പോർട്ടൻ്റാ. ഇത് നാലും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് നാലിനും ക്രിസ്ത്യൻ ലൈഫിനകത്ത് ആദബിന്റെ വാല്യൂ ഉണ്ട്. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ എന്നും പ്രാപിക്കുന്നതല്ല. ആത്മസ്നാനം നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനായിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ അടയാളപ്പെടുത്തൽ ആത്മസ്നാനം എന്ന് പറയുന്നത്. എന്നാൽ ആത്മനിറവെന്ന് പറഞ്ഞാൽ ഒരിക്കൽ നടക്കുന്ന കാര്യമല്ല, എല്ലാ ദിവസവും നടക്കേണ്ടുന്ന കാര്യമാണ്. അതുമാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ആത്മാവ് നിറഞ്ഞവരായി. ഒരു ഭർത്താവാകുക എന്ന് പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ദിവസം മാത്രമല്ല അദ്ദേഹം ഭർത്താവാകുന്നത്, ആണോ? അല്ല. വെഡിങ് ആനിവേഴ്സറി ദിവസം മാത്രമേ നമ്മൾ ഫോട്ടോ ഇടത്തുള്ളൂ. അന്നേ പറയത്തുള്ളൂ 8 years ഓഫ് മൈ മാരേജ് ലൈഫ്, 27 വർഷമായിട്ട് എന്റെ തുണ, എന്റെ കൂടെ ഇതൊക്കെ നമ്മൾ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസമേ പറയത്തുള്ളൂ. എന്നതുകൊണ്ട് അതിന്റെ പിറ്റേ ദിവസം ഭർത്താവല്ലാതിരിക്കുവോ? അതിന്റെ പിറ്റേ ദിവസം ഭാര്യയല്ലാതിരിക്കുവോ? അടുത്ത മാസം ഭർത്താവല്ലാതിരിക്കുവോ? എല്ലാ മാസവും ഉണ്ട് ഇത്, എല്ലാ ദിവസവും ഉണ്ട് ഇത്. എന്ന് പറഞ്ഞാൽ ആ പദവി മാറുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നേ ഒരു എംപ്ലോയിയാ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജോലി നൽകുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അതിന്റെ ഹെഡായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാ. ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റത്തിൽ നിന്നൊന്നും നമ്മൾ വെളിയിലല്ല. എല്ലാ ദിവസവും ഇതിനുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വല്ലപ്പോഴുമല്ല എനിക്ക് നിറവ് വേണ്ടത്, എനിക്ക് എല്ലാ ദിവസവും ഈ നിറവ് വേണം. എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ എനിക്ക് നല്ലൊരു ഹസ്ബൻഡ് ആകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആത്മനിറവിനകത്ത്, ദൈവാത്മാവിന്റെ ഗൈഡൻസിനകത്ത് നിന്നാൽ എന്റെ കുടുംബത്തിനകത്ത് എനിക്ക് നിൽക്കാൻ പറ്റും, എന്റെ സഭയ്ക്കകത്ത് എനിക്ക് നിൽക്കാൻ പറ്റും, എന്റെ സമൂഹത്തിനകത്ത് എനിക്ക് നിൽക്കാൻ കഴിയും, എന്റെ തലമുറയുള്ള ബന്ധത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റും, എന്റെ പ്രൊഫഷണൽ ലൈഫിനകത്ത് എനിക്ക് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് പറയുന്ന അവന്റെ അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിക്കും. മറ്റാരും നിങ്ങളെ ഉപദേശിക്കാതെ ആ അഭിഷേകം തന്നെ നിങ്ങളെ സകലത്തിലും ഉപദേശിച്ച് നടത്തും. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, ഞങ്ങളുടെ സമസ്ത മേഖലയിൽ ഞങ്ങളെ ഉപദേശിച്ചു വഴി നടത്തുന്ന ആത്മാവിന്റെ ഒരു കംപ്ലീറ്റ് കൺട്രോൾ ഞങ്ങളുടെ മേലൊന്ന് വരണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന തലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് മാറും. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വിക്ടോറിയസ് ആയിട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ജയിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും, നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പം പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്ന ഘടകമായി മാറട്ടെ. ഇവിടം കൊണ്ട് പൗലോസ് നിർത്തുന്നില്ല. എന്നിട്ട് നേരെ ഇനി 6-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരണം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ പറയുന്നു, 10-ാമത്തെ വാക്യം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ ആമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എന്നിട്ട് പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളുടെ എതിർത്തിൽപ്പം കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അപ്പം ജഡരക്തങ്ങളെ പറ്റിയൊക്കെ മോളി പറഞ്ഞു. അതിനകത്ത് കുടുംബത്തിലുള്ള ആ ബന്ധം, പ്രൊഫഷണൽ ലൈഫിലുള്ള ബന്ധം, തലമുറയുമായിട്ടുള്ള ബന്ധം എല്ലാം പറഞ്ഞു വന്നു. എന്നിട്ട് താഴെ കൊണ്ടുപോയി പറയുക, നമുക്ക് പോരാട്ടമുള്ളത് ഇവരോട് ആരോടും അല്ല, ആത്മനിറവിനാൽ ഈ ബന്ധത്തിനകത്തൊക്കെ നിൽക്കാനുള്ള കൃപ ദൈവം തരും. എന്നിട്ട് പറയുക, എനിക്ക് പോരാട്ടമുള്ളത് ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്ര എനിക്ക് പോരാട്ടമുള്ളത്. അപ്പം ആത്മനിറവിൽ ഓരോ ദിവസവും ജീവിക്കുന്ന ഒരു വ്യക്തി കർത്താവിന്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടിട്ട് ഈ പോരാട്ട മുഖങ്ങളെ തിരിച്ചറിയും, ഈ ക്രൈസിസുകളെ തിരിച്ചറിയും. എന്നിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പോരാട്ടം നിങ്ങൾക്കുള്ളേ, ഇങ്ങനെയുള്ള വെല്ലുവിളിയാ. ജഡത്തിൽ രക്തമുള്ള എന്റെ സഹോദരനോട് എനിക്ക് പോരാട്ടം ഇല്ല, എന്റെ കുടുംബത്തിനകത്തല്ല എനിക്ക് പോരാട്ടം. എനിക്ക് പോരാട്ടമുള്ളത് ഇങ്ങനെയുള്ള ദുർമണ്ഡലങ്ങളോട് എനിക്ക് പോരാട്ടമുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ അതുകൊണ്ടെന്ന പദം ചേർത്തണയ്ക്കുന്ന ഒരു തലവ ഞാൻ പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും. പ്രിയരെ, ഇത് എളുപ്പമുള്ള കാര്യമല്ല, ഇതൊട്ടും ആയാസകരമായ കാര്യമല്ല. ഗൗരവമായ ഒരു സ്ഥലത്താണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ഇതിന് 3 കാര്യം നമുക്ക് വേണം. 3 കാര്യം വേണം. ഞാൻ വേഗത്തിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. ആ 10 മുതൽ 13 വരെയുള്ള അധ്യായത്തിനകത്ത് അവിടെ പറയുകയാണ്, ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടത് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയമാണ് നമുക്ക് ഇതിന്മേൽ ഉറച്ചു നിൽക്കാനും ജയമെടുക്കാനും നമുക്ക് കൂടെ തരുന്നത്. കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്.
ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം. അതല്ലേ ഇവിടെ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെടണം. ശരിക്കും അതിനകത്ത് ഡിപ്പെൻഡൻസ് എന്നൊരു പദം കൂടെ അതിനകത്തുണ്ട്. അമിതമായ ബലത്തിൽ നമ്മൾ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ സ്വയവും എന്റെ യാഹവും എനിക്കുള്ളതുമൊക്കെ സറണ്ടർ ചെയ്യപ്പെട്ട് ദൈവത്തിന്റെ പരമാധികാരത്തിനകത്ത്, പരിശുദ്ധാത്മാവിന്റെ കംപ്ലീറ്റ് കൺട്രോളിനകത്ത് എന്നെ തന്നെ സമർപ്പിക്കപ്പെട്ട ആ നിറവിന്റെ ജീവിതം നയിക്കുമ്പോൾ ഞാൻ പറയും, ഇനി എന്റെ ശക്തി കൊണ്ടല്ല എനിക്ക് പോരാട്ടം നയിക്കാൻ പറ്റുന്നത്, എന്റെ ഈഗോകൾ അല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എന്റെ സ്വയം അല്ല എന്നെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കട്ടെ, അങ്ങയുടെ സാന്നിധ്യം എന്നെ നിയന്ത്രിക്കട്ടെ, അങ്ങയുടെ ശക്തി എന്നിലേക്ക് ഇടനിൽക്കട്ടെ. അങ്ങനെ വരുമ്പോ എനിക്ക് ധൈര്യത്തോടെ ജയിക്കാൻ പറ്റും, ധൈര്യത്തോടെ ജയിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കാര്യം, കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ള പൂർണ്ണമായ പരിപൂർണമായ ആശ്രയം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറഞ്ഞാൽ എനിക്ക് വിജയകരമായി ജയിക്കണമെങ്കിൽ, വിജയകരമായി ഇതിന്മേൽ എനിക്ക് ജയമെടുക്കണമെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ സർവായുധ വർഗം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അടുത്തത് മൂന്നാമത്തെ കാര്യം, നമ്മളെ 18 മുതൽ 20 വാക്യം. ഞാൻ മുമ്പ് പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു വന്നു. അവിടെ അതിന്റെ 6-ാം അധ്യായത്തിന്റെ കൺക്ലൂഷനാണ് ശരിക്കും പറഞ്ഞ 18 മുതൽ 20 വാക്യങ്ങൾ. അവിടെ പറയുന്ന ഒരു പദമുണ്ട്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന ഗൗരവമായ കാര്യം. ഒന്നാമത്തെ കാര്യം ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം, രണ്ടാമത്തെ കാര്യം സർവായുധ വർഗം ധരിക്കുക, മൂന്നാമത്തെ കാര്യം ആത്മാവിൽ പ്രാർത്ഥിക്കുക, അതിനായി ജാഗരിക്കുക. പറഞ്ഞാൽ വെറും ഒരു പ്രാർത്ഥനയല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തിരുവെടുത്ത് നമ്മെ പ്രബോധിപ്പിക്കാം. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും തിരുവെടുത്ത് നമ്മോട് പറയുന്നതുമായ ഒരു കാര്യമുണ്ട്. ചില നേരങ്ങളിൽ നമ്മുടെ വായ് കൊണ്ട് പ്രാർത്ഥന വരാത്ത മണിക്കൂറുണ്ട്. നമ്മുടെ വാ കൊണ്ട് പ്രാർത്ഥന വരത്തില്ല, ഞരക്കങ്ങൾ മാത്രം വരുന്നത്. നമ്മൾ എത്ര പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ പോലും സമ്മർദ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് പ്രാർത്ഥന വാക്കുകളായിട്ട് പുറത്തു വരാത്ത മണിക്കൂറുണ്ട്, വാക്കുകളായിട്ട് പുറത്തു വരാത്ത. പക്ഷെ നമ്മുടെ അന്തരാത്മാവിന്റെ തേങ്ങലുകൾ പോലും, നമ്മുടെ അകത്തെ തേങ്ങലുകൾ പോലും അറിയുന്ന ഈ ആത്മാവ്, അത് പിതാവിന്റെ സന്നിധി എത്തി അതിന്റെ മറുപടികൾ നമ്മുടെ മുമ്പിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് റോമാലേഖനത്തിനകത്ത് എഴുതുന്ന ഒരു ഗൗരവമായ ഒരു പദപ്രയോഗമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരുവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരുവനെ സഹായിക്കുന്നു എന്നതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്റെ അന്തരാത്മാവിന്റെ തേങ്ങലുകൾ പോലും പ്രാർത്ഥനയായി മാറും. തീർന്നിട്ടില്ല. അതിന്റെ തൊട്ടുമുകളിൽ പറയുന്നു, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരികൂടാത്ത ഞരക്കങ്ങളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്റെ വായിൽ നിന്ന് പ്രാർത്ഥനകൾ വാക്കുകളായി പുറത്തു വരാത്ത മണിക്കൂറുകളിലും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, എനിക്ക് വേണ്ടി ജാഗരിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ പോലും, ഞരക്കങ്ങൾ പോലും പ്രാർത്ഥനയായി മാറി അതിന്റെ മറുപടി പിതാവിൽ നിന്ന് വരത്തക്ക നിലവാരങ്ങളിൽ എനിക്ക് വേണ്ടി ഇടനിൽക്കുന്ന ഒരു ആത്മാവാണ് എന്റെ അകത്തുള്ള ആത്മാവ്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ ജാഗരിക്കണം. അങ്ങനെയെങ്കിൽ ഈ ഭാഗം എഫെസ്യ ലേഖനം പറയുന്നത് നമ്മൾ എപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം, അതിനായി ജാഗരിക്കണം. അങ്ങനെ പറയുന്നു, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അപ്പൊ 3 കാര്യമാണ് ഉറച്ചു നിൽക്കാൻ അത്യാവശ്യം. ഒന്ന്, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം, ദൈവശക്തിയിലുള്ള ആശ്രയം, ദൈവത്തിൽ പരിപൂർണമായി ശാക്തീകരിക്കപ്പെടുന്ന ഒരു അനുഭവങ്ങൾ. രണ്ടാമത്തെ കാര്യം സർവായുധവർഗം ധരിക്കുന്ന അനുഭവങ്ങൾ. മൂന്നാമത്തെ കാര്യം ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. സകലവും സമാപിച്ചിട്ട് എനിക്ക് ഉറച്ചു നിൽപ്പാൻ കഴിയും. ദിവസത്തിൽ എനിക്ക് എതിർപ്പാൻ കഴിയും. ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. ഞാൻ പ്രധാനമായി 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയരെ, നമ്മെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ഇതിന്റെ എല്ലാം നടുവിൽ ഒരു ജയകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്, പരാജയമുഖത്ത് നിൽക്കാനല്ല. എഫെസ്യ ലേഖനം നമ്മളെ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സർവായുധ വർഗം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് എല്ലാറ്റിന്റെ മേലും നമുക്ക് ജയമുണ്ട്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു 5 കാര്യം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫസ്റ്റ്, റെക്കഗ്നൈസ് വി ആർ ലിവിംഗ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ്. നമ്മൾ ജീവിക്കുന്നത് തുടർമാനമുള്ള പോരാട്ടമുഖത്താണ് ജീവിക്കുന്നത്.
അപ്പൊ ഉറച്ചു നിൽക്കാൻ പറയുന്നതിന്റെ ആദ്യത്തെ കാര്യം, ജസ്റ്റ് റെക്കഗ്നൈസ് ദാറ്റ് വി ആർ ലിവിംഗ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് കോൺഫ്ലിക്ട്. ഒന്നിനു പുറകെ ഒന്നായി തുടർമാനമായിട്ട് എതിർപ്പുകളെ, കോൺഫ്ലിക്റ്റിനെ നേരിടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, റെക്കഗ്നൈസ് ഹു ഇസ് ദ റിയൽ എനിമി. യഥാർത്ഥ പോരാട്ടം ആരോടാണെന്ന്, യഥാർത്ഥത്തിലെ എതിർപ്പ് എന്തിനോടാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഡൈവേർട്ട് ആകാതിരിക്കുക. ജഡത്തിൽ രക്തമുള്ള എന്റെ സഹോദരനോട് പോരാടി സ്പിരിച്വൽ വാർഫെയറിനകത്ത് തോൽക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ സഹോദരനുമായി കൈകൊടുത്ത് രമ്യതപ്പെട്ടിട്ട് ആത്മീക പോരാട്ടത്തിനകത്ത് പിശാചിനെ ജയിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എത്താൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞാൽ, ബെറ്റർ ടു റെക്കൺസൈൽ. നമ്മൾ നിരപ്പ് പ്രാപിക്കണം, നമ്മൾ ക്രമീകരിക്കപ്പെടണം, നമ്മൾ ഒരുക്കപ്പെടണം. എന്നാൽ മാത്രമേ സ്പിരിച്വൽ വാർഫെയറിനകത്ത് എനിക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഒരു മനുഷ്യനുമായിട്ടുള്ള പോരാട്ടത്തിന് അപ്പുറത്തേക്ക് സ്പിരിച്വൽ വാർഫെയറിൽ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ റെക്കഗ്നൈസ് ഹു ഇസ് ദ റിയൽ എനിമി. അടുത്ത മൂന്നാമത്തെ കാര്യം, ബി സ്ട്രെങ്തൻഡ് വിത്ത് ദ പവർ ഓഫ് ഗോഡ്. ഞാൻ ആ ഭാഗം ഫോക്കസ് ചെയ്തതിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദൈവാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ ശാക്തീകരിക്കപ്പെടുക, ബലപ്പെടുക, കൃപ പ്രാപിക്കുക. അതിനുവേണ്ടി ദൈവം നമ്മെ പ്രബോധിപ്പിക്കുക. അടുത്തത് നാലാമത്തെ കാര്യം, മേക്കിംഗ് എ സ്റ്റാൻഡ് ടു റെസിസ്റ്റിംഗ് ദ എനിമി. പിശാചിനോട് ചെറുത്തു നിൽക്കേണ്ടതിന് കാൽവെപ്പുകൾ നടത്തുക. വരുന്ന വഴിക്കങ്ങ് ജയിക്കുമെന്നല്ല, അവനോട് എതിർത്തിപ്പ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവിടുന്ന് നമ്മോടും അടുത്ത് വരും. അപ്പം പിശാചിനെ ചെറുത്തു നിൽക്കേണ്ടതിന് മേക്ക് എ സ്റ്റാൻഡ്, ഒരു കാൽവെപ്പുകൾ നടത്തുക, ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുക, ചെറുത്തു നിൽപ്പ് നടത്തുക. ഒരിക്കലും എൻ്റെ ജീവിതത്തെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ വിചാരങ്ങളെ, എൻ്റെ വികാരങ്ങളെ ദൈവഹിതമല്ലാത്തതിലേക്ക്, ദൈവ ഇഷ്ടമല്ലാത്തതിലേക്ക്, ദൈവത്തിന് പ്രസാദമല്ലാത്തതിലേക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതിലേക്ക് എൻ്റെ ചിന്തകളെ വിട്ടുകൊടുക്കാതിരിക്കുക, എൻ്റെ വിചാരങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക, എൻ്റെ കാൽവെപ്പുകൾ അവിടേക്ക് പോകാതിരിക്കുക. എന്നാൽ എനിക്ക് ഈ ദുർദിവസത്തിൽ ജയിക്കാൻ പറ്റും. എനിക്ക് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയും. അടുത്തത് ഏറ്റവും അവസാന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എൻഗേജിങ് ആക്റ്റീവ് ഇന്റർസെഷൻ ആൻഡ് പ്രയർ. സജീവമായ ഇന്റർസെഷനിലൂടെ, പ്രയറിലൂടെ എനിക്ക് സകലത്തെയും ജയിക്കാൻ കഴിയും. എൻ്റെ പ്രിയരെ, ഇങ്ങനെ ഗൗരവമായ ഒരു വ്യവസ്ഥയ്ക്കകത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുമ്പോൾ എത്രത്തോളം നമ്മൾ ഈ കാര്യത്തെ ഗൗരവമായിട്ട് സമീപിക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഗൗരവമായി സമീപിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ആ 5-ാം അധ്യായം ഞാൻ പങ്കുവെച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു പദമുണ്ട്. അതിന്റെ 18-ാമത്തെ വാക്യത്തിനകത്ത് വീഞ്ഞു കുടിച്ച് മത്തരാകുന്നു. വീഞ്ഞിന്റെ നേച്ചർ അവിടെ പറയുന്നു. വീഞ്ഞു കുടിക്കുന്നവൻ വീഞ്ഞിനടിമയാണ്. അവന്റെ മസ്തിഷ്കത്തെ നിയന്ത്രിക്കുന്നത് വീഞ്ഞാണ്. അതിന്റെ അളവുകൾ കൂടുന്തോറും അവന്റെ മേലുള്ള നിയന്ത്രണവും കൂടും. അളവുകൾ കുറയുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് പരിധിയുണ്ട്. അളവുകൾ കൂടുമ്പോൾ ഈ മനുഷ്യന്റെ സത്വത്തെയും അദ്ദേഹത്തിന്റെ വിചാരത്തെയും വികാരത്തെയും തന്റെ നിയന്ത്രണത്തെയും മുഴുവൻ ആര് ടേക്ക് ഓവർ ചെയ്യും? വീഞ്ഞ് ടേക്ക് ഓവർ ചെയ്യും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സത്വം, കോളേജ് അധ്യാപകൻ കുട്ടികളുടെ മുമ്പിൽ വസ്ത്രമഴിച്ച് ഓടിക്കിടക്കുന്നതിന്റെ കാര്യം ആ നിമിഷം തന്നെ നിയന്ത്രിച്ചത് ഡിഗ്രി അല്ല, മദ്യമാണ്. അല്ലെങ്കിൽ ഒരു ഹൈഫൈ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരെ പോലെ ഒരു ജസ്റ്റ് ഒരു കോമാളികളെ പോലെ പബ്ലിക്കിൽ പെരുമാറുന്നതിന്റെ പിന്നിലെ കാര്യം ആ നിമിഷം തന്നെ നിയന്ത്രിക്കുന്നത് ഈ മദ്യമാണ്, വീഞ്ഞ. എന്ന് പറഞ്ഞാൽ തന്റെ സത്വത്തെ അത് നിയന്ത്രിച്ചു, തന്റെ ജീവിതത്തിലെ എന്റെ പദവികളെ അത് നിയന്ത്രിച്ചു, തന്റെ സമസ്ത മേഖലയും അത് നിയന്ത്രിച്ചു. ഇതാണ് വീഞ്ഞ് ഒരുവന് ചെയ്യുന്ന പ്രവൃത്തി. ഇത് പറഞ്ഞിട്ട് അവിടെ ഒരു സെമിക്കോൺ ഇട്ടിട്ട് തൊട്ടടുത്ത ഭാഗം പറയുക, അതിനാൽ ദുർനടപ്പുണ്ടാകും. പക്ഷെ എന്നിട്ട് പറയുക ആത്മാവ് നിറഞ്ഞവരെ. ഇതൊരുവനെ നിയന്ത്രിച്ചാൽ, വീഞ്ഞ് ഒരുവനെ നിയന്ത്രിച്ചാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന നന്മയെന്ന് പറഞ്ഞിട്ടില്ല, ദുർനടപ്പേ ഉള്ളൂ. പക്ഷേ അടുത്ത പദം പറയുക, ആത്മാവ് ഒരുവനിൽ നിറഞ്ഞാൽ. വീഞ്ഞൊരുവനെ ദുർനടപ്പിലേക്ക്, അവന്റെ വികാരങ്ങളെ ദുർനടപ്പിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ ആത്മാവ് ഒരുവനിൽ നിറഞ്ഞാൽ, അനുദിനമുള്ള നിറവ് സംഭവിച്ചാൽ, എല്ലാ ദിവസവും എല്ലാ നാഴികയും ആ നിറവിൽ നിന്ന് നിറവിലേക്ക് വന്നാൽ പിന്നെ സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആത്മാവ് നിറഞ്ഞ പറയാം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മി സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്യും എന്ന് പറഞ്ഞ പബ്ലിക്കും പറയും, പ്രൈവറ്റ് ആയിട്ടും പറയും.
അന്യോന്യം അകത്ത് ആത്മീക വർധന വരുത്തും. സ്വന്തമായി ആത്മീക വർധന വരും. അടുത്തത്, എന്റെ അകത്ത് പ്രാപിച്ച നിറവ് എനിക്ക് തമ്മിൽ പ്രബോധിക്കാൻ പറ്റും. സങ്കീർത്തനങ്ങളെ, സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കാൻ പറ്റും, തമ്മിൽ എൻകറേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ സ്പിരിച്വൽ ഗിഫ്റ്റിനെ പറ്റി പൗലോസ് പറഞ്ഞുകൊണ്ട് പൊതുസഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട സ്ഥലമുണ്ടേ ദൈവസഭയാ. ദൈവസഭയ്ക്കകത്ത് അകത്തുള്ളവർ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. അകത്തുള്ളവർ കൃപാവരങ്ങൾ നിറഞ്ഞവരായി മാറണം. ഒരു കാലത്തെ പെന്റക്കോസിന്റെ ദൈവസഭയ്ക്കകത്ത് അത് ഉണ്ടായിരുന്നു. ആദിമ നൂറ്റാണ്ടിൽ അത് ഉണ്ടായിരുന്നു. ഓരോ സഭകൾക്കകത്തും കൃപാവരങ്ങൾ ഉള്ളവർ തമ്മിൽ ആത്മീക വർധന വരുത്തുമായിരുന്നു. പക്ഷെ അത് പൊതുസഭയുടെ ആത്മീക വർധനയ്ക്ക് കാരണമായി. അത് തമ്മിൽ ഒരു വിഘ്നമുണ്ടായില്ല, ഒരു വിഘടിപ്പുണ്ടായില്ല. അത് മത്സര ആയിരുന്നില്ല, മറിച്ച് അവർ തമ്മിലുള്ള ആ ആത്മീക വർധനയ്ക്ക് അത് കാരണമായി മാറി. എന്റെ പ്രിയരെ, ഞാൻ പറഞ്ഞത്, ആത്മാവ് നിറഞ്ഞാൽ പിന്നെ അതിനകത്ത് മത്സരമില്ല, പിന്നെ അതിനകത്തെ കോമ്പറ്റീഷൻ ഇല്ല. കാരണം പിന്നെ നിയന്ത്രിക്കുന്നത് വീഞ്ഞൊരുവന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുന്നത് പോലെ ആത്മാവ് ഒരുവനെ സമൂലമായി ടേക്ക് ഓവർ ചെയ്യും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത്, കർത്താവേ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ദൈവം എന്നെ ആക്കി വെച്ച വ്യവസ്ഥയിൽ പൂർണ്ണ സജ്ജരായി ഇടറിപ്പോകാതെ ജയാളികളായിട്ട് ഉറച്ചു നിൽക്കാൻ ഈ ആത്മാവിന്റെ അത്യന്ത ശക്തി എന്റെ മേലൊന്ന് പ്രദാനം ചെയ്യണം. ഇന്ന് എവിടൊക്കെയോ ക്ഷീണിച്ചു നിൽക്കുക, എവിടൊക്കെയോ തളർന്നു നിൽക്കുക, എവിടൊക്കെയോ എനിക്ക് പോരാടാൻ കഴിയുന്നില്ല, എവിടൊക്കെയോ ജയിക്കാൻ കഴിയുന്നില്ല, ഇപ്പോഴും തോൽവിയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ആത്മശക്തി ആത്യന്തികമായി എന്റെ മേലെ പ്രദാനം ചെയ്യണമേ. ഒരു മനുഷ്യർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലവാരങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണം. എന്റെ ബുദ്ധിയെ, വിചാരങ്ങളെ, വികാരങ്ങളെ, സകലത്തെയും നിയന്ത്രിക്കുന്ന തരങ്ങളിൽ ഒരു കേന്ദ്ര ഘടകമായി പരിശുദ്ധാത്മാവ് മാറുവാനിടയാകണം. അങ്ങനെയാണെങ്കിൽ ഈ ദുർദിവസത്തിൽ എനിക്ക് എതിർക്കാൻ പറ്റും, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റും. ഇനി ഏറ്റവും ഗൗരവമായ ഒരു സന്ദേശത്തിലേക്ക് വന്ന് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഇത് ഉറച്ചു നിൽക്കേണ്ടതും എതിർത്ത് നിൽക്കേണ്ടതിലും ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യം, ഇതിന്റെ എല്ലാത്തിന്റെയും കൾമിനേഷൻ അടുത്തിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം അവസാനം സമീപിച്ചിരിക്കുക. ഇത് പറഞ്ഞാൽ പ്രാണപ്രിയന്റെ പ്രത്യാഗമനം നമ്മുടെ പടിവാതുക്ക നിൽക്കുക. കാലങ്ങൾ, സംഭവങ്ങൾ, ചുറ്റുപാടുകൾ, ചരിത്രങ്ങൾ, ടെക്നോളജികൾ സകലവും ഒരു മഹാസംഭവത്തിന് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുക. ബൈബിൾ പ്രവചനങ്ങളുടെ നിവർത്തീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിന്റെ ഏത് കോണുകൾ നോക്കിയാലും അതിന്റെ മാറ്റൊലികൾ നമ്മൾ മുഴങ്ങിക്കൊണ്ടിരിക്കുക. സകലവും സമാപിക്കുന്ന, എല്ലാത്തിന്റെയും കാരണഭൂതൻ വെളിപ്പെടുന്ന ആ ദിവസം അടുത്തിരിക്കുക. ഈ പ്രത്യാശ പങ്കുവെച്ച ആ പ്രത്യാശയിൽ ജീവിക്കുന്നവരാ ഞാനും നിങ്ങളും. ഒരു പക്ഷേ നമ്മൾ പ്രാപിച്ച ഈ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നാളെ എന്തെന്ന് അറിയാതെ ജീവിക്കുന്നവരല്ല. നാളെയെപ്പറ്റി അറിവിന്റെ പ്രത്യാശ നമ്മുടെ അകത്തുമുള്ളത് കൊണ്ട് ഭയത്തിനപ്പുറത്തോടെ ധൈര്യത്തിൽ ജീവിക്കാൻ അവസരം ലഭിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. നമ്മോടാണ് പറയുന്നത്, ഈ നമുക്ക് മുമ്പിൽ വരുന്ന വലിയൊരു ദിവസം, വലിയൊരു പ്രത്യാശയുടെ ദിവസം, ഇതിനെപ്പറ്റിയുള്ള ബോധ്യം നമ്മുടെ അന്തരാത്മാവിലുണ്ടെങ്കിൽ നമ്മുടെ അകം നിരാശ മാറി ധൈര്യപ്പെട്ട് ആ കർത്താവിന്റെ പ്രത്യാഗമനത്തിന്റെ ഉറപ്പ് പ്രാപിച്ചു നിൽക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഉറച്ചു നിൽക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഓനോട് പറഞ്ഞ പദം ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്താ എബ്രായ ലേഖനം പറഞ്ഞു നിർത്തുന്നേ? എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇത് നമ്മോടുമുള്ള മുന്നറിയിപ്പാണ്. എബ്രായ ലേഖനം എഴുതിയത് വിശ്വാസികൾക്കാ. എബ്രായ ലേഖനത്തിന്റെ ദൂത് വിശ്വാസികൾക്കാ. ആ വിശ്വാസികളോട് പറയാ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. 3 പുതിയ നിയമത്തിൽ കാണുന്നുണ്ട് ഈ പദം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ ഹബക്കൂക്ക് പ്രവചനത്തിലെ വാക്യ പൗലോസ് തന്നെ 2 എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് റോമാലേഖനം 1:16, ഈ ഗലാത്യ ലേഖനം. റോമാലേഖനത്തിൽ പറഞ്ഞത് വിശ്വാസത്തിലുള്ള നീതീകരണ സംബന്ധിയായിട്ടാണ് പറഞ്ഞത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗലാത്യ ലേഖനത്തിൽ ജൂയിഷ് ലീഗലിസത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസവും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് കർമാചാരങ്ങളുടെ ആവശ്യമില്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പക്ഷെ എബ്രായ ലേഖനം വരുമ്പം അതല്ല വിഷയം. ഈ വിശ്വാസത്തെ, ലഭിച്ച സത്യവിശ്വാസത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പുറകോട്ട് പോകാൻ നോക്കുമ്പോൾ പറയുകയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നിങ്ങൾക്കൊരു മഹാപ്രതിഫലമുണ്ട്, ആ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾക്ക് ആ വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാണ് വിഷയം.
ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നിട്ട് പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പൊ ദൈവം നമ്മളെ പറ്റി എന്താ ആഗ്രഹിക്കുന്നത്? ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ഞാൻ പറഞ്ഞല്ലോ, കോവിഡാനന്തര കാലഘട്ടത്തിന്റെ വെല്ലുവിളി നമുക്ക് മുമ്പിൽ വെക്കുന്നത് ആത്മീകത ഗൗരവമല്ലെന്ന് പറയുന്ന ഒരു അവസ്ഥാന്തരങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി. ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ ആവശ്യമല്ലെന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ മാറി. എന്ന് വേണ്ട, എന്റെ രീതിയിൽ ആ ദൈവ സാന്നിധ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു വല്ലാത്ത വെല്ലുവിളി നമ്മൾ നേരിട്ടിരിക്കുമ്പോൾ, ഈ കാലത്തിൽ ഇന്ന് രാത്രിയും ഈ ദൂത് ഞാൻ ആവർത്തിക്കുക, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, ആ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് പ്രാണപ്രിയന്റെ പ്രത്യാഗമനത്തിനു വേണ്ടി ഉറപ്പോടെ നിൽക്കാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ആത്മാവിന്റെ ശാക്തീകരണം സംഭവിക്കപ്പെട്ട് ഓരോ ദിവസവും ആത്മനിറവിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആത്മനിറവോടെ കുടുംബത്തിലും സമൂഹത്തിലും വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാറ്റിലും ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജയകരമായ ജീവിതം നയിക്കുവാൻ, അങ്ങനെ പ്രാണപ്രിയൻ പ്രത്യാഗമിക്കുന്ന ആ ദിവസങ്ങളിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെട്ട് തേജസ് നമ്മുടെ ആത്മനാഥനെ കാണുന്ന അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി മാറുവാനിടയാകട്ടെ. അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്നവരായിട്ട് ഇന്ന് രാത്രി ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ഒരു നിമിഷം സമർപ്പിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവികാലോചനയുടെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് എത്ര പേർക്ക് പ്രാർത്ഥിക്കും, കർത്താവേ, എവിടെയോ ഞാൻ വല്ലാതെ വീക്കാണ്, എവിടെയോ ഞാൻ തളർന്നിരിക്കുകയാണ്, മനസ്സുകൊണ്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, ഇന്ന് രാത്രി എന്നെ ഒന്ന് ബലപ്പെടുത്തണം. ആത്മാവിന്റെ ശാക്തീകരണം. ഇതൊരു വിർച്വൽ കൺവെൻഷനാണ്. പക്ഷേ ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ഒരു ദൈവശക്തി വ്യാപരിക്കണം, ഒരു ദൈവശക്തി വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് അസാധാരണമായി ഇന്ന് രാത്രി കാര്യങ്ങൾ ചെയ്യണം. പരിശുദ്ധാത്മാവ് അസാധാരണമായി ഏതൊക്കെയോ മേഖലകൾ ഇന്ന് രാത്രി ജീവൻ വെക്കണം, ഏതൊക്കെയോ മേഖല ഇന്ന് രാത്രി ജീവൻ വെക്കണം. ഹൃദയത്തിനകത്തെ തകർച്ചകൾ മാറി, ക്ഷീണങ്ങൾ മാറി, മന്ദതകൾ മാറി. ഇന്ന് രാത്രി ആത്മശക്തി നമ്മളിൽ ഉത്തരം പറയുന്ന രാത്രിയായി മാറട്ടെ. എല്ലാ ജനവും ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് ആധരം തുറന്ന് ആത്മനിറവോട് അല്പനിമിഷങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് കാര്യങ്ങൾ വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ കംപ്ലീറ്റ് കൺട്രോളിലേക്ക് കുടുംബങ്ങൾക്കകത്ത് തമ്മിലുള്ള വിഷയങ്ങൾക്കകത്ത് ആത്മാവ് തന്നെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. റാമന ഷാക്കാസിയാന്തനാദിയ വിശ്വസിക്കുന്ന ജനം ഒന്നിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ലാബ്രാന ഷെഖേറിയാമന സ്യാന്തര വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് ആഴത്തിലുള്ള ഇടപെട നടത്തുന്ന ഒരു രാത്രിയായി മാറട്ടെ. ആത്മാവിന്റെ കംപ്ലീറ്റ് നിയന്ത്രണത്തിലേക്ക് ഇന്ന് രാത്രി കാര്യങ്ങൾ മാറട്ടെ. ഏതൊക്കെയോ മേഖലകളിൽ നമ്മൾ ഭയത്തിൽ നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ സ്വാതന്ത്ര്യത്തേക്ക് ജയോത്സവം കൊണ്ടാടുന്ന പൂർണ്ണ സജ്ജരായി നിൽക്കുന്ന, പിന്മാറി പോകാതെ നിൽക്കുന്ന, ജയോത്സവം കൊണ്ടാടി നിൽക്കുന്ന അനുഭവങ്ങളിലേക്ക് മാറട്ടെ. എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രി ഒരു നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. എല്ലായിരിക്കുന്നിടത്ത് ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചു. കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ആത്മാവ് ഒരു സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് എന്നെ ഒന്ന് ബലപ്പെടുത്തണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് രാത്രി ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. IPC PYPക്ക് വേണ്ടി, ആ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സൂമിൽ പങ്കെടുക്കുന്ന ഓരോ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, അവർ ദർശനത്തോടെ ഈ 2 ദിവസങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളോട് പങ്കുവെച്ച ദൂതുകൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ രാത്രി സ്പർശിച്ചു. കർത്താവേ, ദൈവമേ, ഞങ്ങൾ ദുർദിവസത്തിൽ എതിർക്കേണ്ടതിന്, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിന് ഞങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിന്റെ അമിത ബലം ഇന്ന് രാത്രി വേണം. ഞങ്ങൾ എവിടെയോ തളർന്നിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. ആ ശക്തിയെ, അതിന്റെ പുതുക്കത്തെ, നിറവ് ഓരോ ദിവസവും പ്രാപിക്കാൻ ഈ രാത്രി ഞങ്ങൾക്ക് കരുത്തു നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ജനത്തെ ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി പലമുഖ വേദനകളോടെ ഇതിനകത്തായിരിക്കുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, മാനസിക ഗതിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ഈ രാത്രി സൗഖ്യം നൽകണമേ. വചനമായിട്ടുള്ള അത്ഭുത വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. വളരെ മൈലുകൾ വിദൂരത്ത് ഞങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്നു, പക്ഷെ അങ്ങയുടെ ശക്തി ഈ രാത്രി കൂടാരങ്ങൾക്കകത്ത് ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. മാനസിക വെല്ലുവിളികൾ മാറട്ടെ.
ശാരീരിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ എല്ലാ കെടുതികൾക്കകത്തും ഈ രാത്രി ദൈവകരം ഇറങ്ങി ചലിക്കട്ടെ. അവർ ചെന്നു മുട്ടിയിട്ട് തുറക്കാത്ത ചില വാതിലുകൾ ഇന്ന് രാത്രി അവർക്ക് വേണ്ടി തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് ചിലത് തുറവി നൽകേണ്ടതിനായി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ ജനത്തെ അങ്ങനെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ കൃപ പ്രാപിച്ച് പ്രത്യാഗമനത്തിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നമുക്ക് ഉറച്ചു നിൽക്കാം. പ്രാണപ്രിയന്റെ പ്രത്യാഗമനത്തിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാം. അവസരം ഒരുക്കി തന്ന ദൈവസഭയോട് ഹൃദയംഗമായ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ നല്ല സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ബഹുമാന്യ കർത്താവിന്റെ ദാസനിലൂടെ